പിന്നെ ഈ വണ്ടി ഞാനിപ്പോൾ 3 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, പിന്നെ എനിക്ക് കിട്ടിയ പണികളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അതിനകത്ത് ഇത് ചേഞ്ച് ചെയ്ത പാർട്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ അൾട്രാ കിഡ്. ഇപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊമാക്കി SC എന്ന് പറയുന്ന വണ്ടിയുടെ 3 വർഷത്തെ യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിൽ ഫുള്ള് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിലും അത് LED ആണ് വരുന്നത്. പിന്നെ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ സ്കൂട്ടറിൻ്റെ ഡിസൈൻ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഫൈബർ പാർട്സാണ് വരുന്നത് ഫുള്ള്. പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നോർമൽ സ്കൂട്ടറിൻ്റെ പോലെ തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫൈബർ മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മെയ്ഡും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്ക് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ വരുന്നത് LED ടെയിൽ ലാംപ്സാണ്. പിന്നെ സൈഡിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വീൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിൽ അലോയ് വീൽസും ബാക്കിൽ നോർമൽ ഡ്രം വീൽസുമാണ് വരുന്നത്. പക്ഷേ ഡുവൽ ഡിസ്ക് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഇതിന് ഡിസ്ക്കാണ് വരുന്നത്. ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രേക്കിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബ്രേക്കാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള സാധാ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഇതിനകത്ത് വരുന്നത്. അത്ര ഒരു സൺലൈറ്റുള്ള സമയത്ത് അത്ര വിസിബിളായിട്ടുള്ള ഒരു യൂണിറ്റ് ഒന്നുമല്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതായത് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രിപ്പ് മീറ്റർ, പിന്നെ കിലോമീറ്റർ സ്പീഡ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഇതിൻ്റെ വോൾട്ടേജ്, പിന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഒരു ട്രിപ്പ് മീറ്റർ ഉണ്ട്. പക്ഷേ ഈ ട്രിപ്പ് മീറ്ററിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഓടിച്ച് ഇപ്പോൾ എവിടെയും കൊണ്ടുപോയി വണ്ടി ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് മീറ്റർ റീസെറ്റായി പോകും. നമുക്ക് പിന്നെ ട്രിപ്പ് കിട്ടില്ല. പിന്നെ ഇതിന് റിമോട്ട് കൺട്രോളിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഉരുട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിടന്ന് സൗണ്ട് ഉണ്ടാക്കും. പിന്നെ വീല് ലോക്കായിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അത് നോർമലി നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. പിന്നെ എനിക്ക് കിട്ടിയ പണികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് വന്ന മേജറായിട്ടൊരു ഇഷ്യൂസൊന്നും ഇതുവരെയായിട്ടും എനിക്ക് വണ്ടി എടുത്തിട്ട് ഇതായിട്ടും വന്നിട്ടില്ല. ഏകദേശം 3 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്നത്. 31.5 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് ഈ മേജറായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മോട്ടറിൻ്റെയോ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ സൈഡിൽ നിന്നോ ഒന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ വീൽ ബെയറിങ് ഒരു 2-3 പ്രാവശ്യം എനിക്ക് മാറ്റേണ്ട കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ സീറ്റിങ് പോയിട്ട് കണ്ടോ, ഇതിൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ സീറ്റിങ് പോയിട്ട് ഈ വീൽ ബെയറിങ് എനിക്ക് ഒരു 3 വട്ടം മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് പിന്നെ ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്ത വീൽ ബെയറിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി പ്രശ്നമാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫാഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വീൽ ബെയറിങ്ങാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീൽ ബെയറിങ്ങാണ്. അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഒരു തവണ
നമ്മളിങ്ങനെ വെച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവുണ്ടായിരുന്നു. അത് പിന്നെ വെൽഡ് ചെയ്ത് ശരിയാക്കി. അപ്പോൾ അതൊരു അന്ന് വെൽഡ് ചെയ്ത ശേഷം പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫുട്ബോളിന് അത്യാവശ്യം ഹൈറ്റ് വരുന്നത് കൊണ്ട് ഈ സീറ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് വളരെ ഇങ്ങനെ പൊന്തിയിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളെ കാലം ഏകദേശം അത്യാവശ്യം ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ അത് ഓവർ ഹൈറ്റുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് നോർമൽ ഒരു ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം വരില്ല. നിങ്ങളെന്തായാലും അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ശേഷം മാത്രം വണ്ടി എടുക്കുക. അപ്പം അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ടാളായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സീറ്റിന് കുറച്ച് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരു പരിധി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ വണ്ടി ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ലോങ് റണ്ണിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ വണ്ടി എടുത്തിട്ടാണ് ഞാൻ പോവാറ്. ഏകദേശം 100 കിലോമീറ്റേഴ്സ് തന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആഴ്ചയിൽ ഒരു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ ഈ സീറ്റാണ്. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണെങ്കിലും നമുക്ക് നോർമൽ റണ്ണിങ് സമയത്ത്, അതായത് ലോങ് ഒരു 30 കിലോമീറ്ററൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ബട്ടക്സ് പെയിനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ബട്ടക്സ് പെയിൻ വരും. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ നടുവേദനയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സീറ്റ് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഫുട്ബോളിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, പക്ഷേ ഇതിന് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഗ്യാസ് കുറ്റിയൊക്കെ സുഖമായിട്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു നല്ല വശം കൂടിയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളത് കൊണ്ട് കാലം അത്യാവശ്യം നീട്ടി വെച്ച് നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ ഇത് കംഫർട്ടബിളാണ്. മിറേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും, അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്തും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഇത് ഹെഡ്ലൈറ്റ്, ഡിം ബ്രൈറ്റ് സ്വിച്ച്, പിന്നെ ഹോൺ സ്വിച്ച്, പിന്നെ ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. നോർമൽ വണ്ടികൾക്ക് വരുന്നത് ഇവിടെ ഇൻഡിക്കേറ്ററും ഇവിടെ ഹോണാണ് വരാറ്. പക്ഷേ ഈ വണ്ടിക്ക് അത് തിരിച്ചാണ്. നമുക്ക് ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പിന്നെ അത് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആയിക്കോളും. പിന്നെ ഇവിടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇവിടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുള്ള ഇവിടെ ഒരു DRLും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഫ്രണ്ടിൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയ DRLും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ഓണാവും. പിന്നെ ഒരു വട്ടം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓണാക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ക്രൂസ് കൺട്രോളാണ്. ക്രൂസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പീഡിൽ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരേ സ്പീഡിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ക്രൂസ് കൺട്രോൾ ഉപകാരം. ഇത് ക്രൂസ് കൺട്രോൾ മാത്രമല്ല, ഒരേ സമയത്ത് ഇതിന് 3 വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വണ്ടി പാർക്ക് മോഡിലുള്ള വണ്ടീനെ റൈഡിങ് മോഡിലേക്ക് മാറ്റാനും ഈ സ്വിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ആക്സിലേറ്റർ അല്ലെങ്കിൽ ത്രോട്ടിൽ എന്ന് പറയുന്ന ഈ സാധനത്തിനൊരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് അമർത്തി പിടിച്ച് നമുക്ക് വാഹനം ഷോറൂമിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഉപകാരം എന്ന് പറയുന്നത്. പിന്നെ ഈ വരുന്ന ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡ് സ്വിച്ചാണ്. മോഡ് സ്വിച്ച് പറയുമ്പോൾ ഇതിന് 3 മോഡുകളാണല്ലോ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് മോഡിൽ നമുക്ക് ഏകദേശം 33 കിലോമീറ്റർ സ്പീഡ് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് അതാണ്. സെക്കൻഡ് മോഡലെന്ന് പറയുമ്പോൾ നമുക്ക് 56 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. തേർഡ് മോഡിൽ ഏകദേശം 80 കിലോമീറ്ററിനടുത്ത് വരെ നമുക്ക് സ്പീഡിൽ പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് മോഡാണ്. നമ്മളിത് നെക്കി വെച്ചിട്ട് ആക്സിലേറ്റർ പതിയെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റിവേഴ്സ് പോകും. ഇത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ 3 മോഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൈലേജിൽ വ്യത്യാസം വരും. ഫസ്റ്റ് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു
130ക്ക് പുറത്ത് സുഖമായിട്ട് മൈലേജ് കിട്ടും. സെക്കൻഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 120 to 120 ആ റേഞ്ചാണ് നമുക്ക് കിട്ടുക. തേർഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 90 to 100 ആ റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് മോഡുണ്ട്, ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ കീ ഓണാക്കി ഇവിടെ നമുക്ക് പാർക്ക് മോഡിലാണ് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പാർക്ക് മോഡിൽ നിന്ന് മാറി കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഇതിപ്പോൾ റിവേഴ്സ് മോഡിലുള്ളത് ബാക്ക് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ബാക്കോട്ട് കിടക്കണം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ റിവേഴ്സ് മോഡിൻ്റെ സ്വിച്ച് ഓഫാക്കിയിട്ട് മൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടോട്ടേക്ക് വരണം. അപ്പോൾ ഇത് നമുക്ക് എവിടെ യൂസ്ഫുൾ ആണെന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ടിങ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ചില റോഡുകളിൽ പോയിട്ട് നമ്മൾ കട്ടിങ്ങുകളിൽ കുഴി അങ്ങനത്തെ അതിൽ ഇറക്കി വണ്ടി വെക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡാണത്. എനിക്ക് പല സമയങ്ങളിലും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡാണത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഈ സ്വിച്ചിൻ്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ സ്വിച്ചിന് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള എഴുത്തുകളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട്. സ്വിച്ച് ക്വാളിറ്റി വൈസ് ഇതിൻ്റെ എഴുത്ത് വൈസ് മാത്രം ഇത് എല്ലാം മാഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്വിച്ചസ് ഏതൊക്കെയാണെന്ന് അറിയുന്നുണ്ട്. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ സ്വിച്ചിൽ വെള്ളം കയറിയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും എനിക്ക് ഇങ്ങനെ വന്നിട്ടില്ല. മഴക്കാലമാകുന്ന സമയത്ത് നമ്മളതിനകത്ത് WD-40 കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. നോർമൽ എല്ലാ വണ്ടിക്കും വരുന്ന ഇതാണ് സ്വിച്ച്. വെള്ളം കയറി പ്രശ്നം വരുന്നത് നമ്മൾ WD-40 അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റിനെ കുറിച്ചും മോട്ടറിൻ്റെ പവറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3000 വോട്ട്സിൻ്റെ BLDC മോട്ടറാണ്. അത് ബ്രഷ്ലെസ് ഹബ് മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. ഇത് വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാണുന്ന ഇത് തന്നെയാണ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. മോട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതാണ് തന്നെ. പിന്നെ മോട്ടർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. 2 പേര് വെച്ച് ഏത് കയറ്റവും അനായാസം ഇത് കയറിപ്പോവും. അത് എനിക്ക് അനുഭവത്തിലുള്ളതാണ്. ഞാൻ 2 പേരെ വെച്ചിട്ട് നല്ല അടിപൊളി കുത്തനെ കയറ്റം കയറിയിട്ട് എൻ്റെ നാട് വയനാടാണ്. അപ്പം കുത്തനെ കയറ്റം സിമ്പിളായിട്ട് കയറും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കയറ്റങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഫുള്ള് കയറ്റമാണ്. അതുകൊണ്ട് ഈ വണ്ടി ബെസ്റ്റ് വണ്ടിയാണ്. നമുക്ക് കയറ്റം കാര്യങ്ങളൊക്കെ വലിക്കാൻ ഒരു വിഷയം കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് വലിച്ചോളും. പിന്നെ ഞാൻ ഇതിൻ്റെ ടയർ 2 വട്ടം മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയ എനിക്ക് ഏകദേശം ഫസ്റ്റ് 12,000 കിലോമീറ്ററിലാണ് ഞാൻ ടയർ മാറ്റിയത്. അന്ന് എനിക്ക് ഏകദേശം ടയറിന് കോസ്റ്റ് വന്നത് ഏകദേശം 1250 രൂപ, 1300 രൂപ ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഫിറ്റിംഗ് ചാർജ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ ടയർ മാറ്റിയത് 30,000 കിലോമീറ്ററിലാണ്. 30,000 കിലോമീറ്ററിൽ എനിക്ക് ടയർ മാറ്റിയ സമയത്ത് ഏകദേശം 1650 രൂപ ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇട്ട ടയർ എന്ന് പറഞ്ഞത് C8ൻ്റെ ടയറായിരുന്നു. അതിന് ഏകദേശം എനിക്ക് 16,000 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് JK എന്ന് പറയുന്ന കമ്പനിയുടെ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു റേറ്റുള്ള ടയറാണ്, കുറച്ചും കൂടി മൈലേജ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 18-20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് അവിടെയുള്ള ടയർ മാറിയ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഞാൻ ഇതിലിട്ട് മാറിയില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഇപ്പോഴും സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത്. ഫ്രണ്ട് ടയർ എനിക്ക് തോന്നുന്നു ഒരു 45,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ മാറേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടും ബേക്കും ഒരുമിച്ച് മാറേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബെയറിങ് ഞാൻ ഒരെണ്ണം മാറിയിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 3 വട്ടം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കോസ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ബെയറിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് 140 ആ റേഞ്ചൊക്കെയാണ് നോർമൽ ബെയറിങ്ങിന് വരുന്നത്. പിന്നെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് ഫാഗിൻ്റെ ബെയറിങ്ങാണ്. അതിന് ഏകദേശം 220 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുടെ സ്ഥലത്ത് റേറ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ബെയറിങ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത്. പിന്നെ അതിനകത്തത് മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കീ സെറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം മാറിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ചില കോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം
ഒരു 700-800 ആ റേഞ്ച് എന്തോ ആയിരുന്നു. കറക്റ്റ് എനിക്കത് ഓർമ്മയില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാനിട്ട് മാറിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ആണെങ്കിലും നമുക്ക് നോർമൽ നമ്മുടെ നാട്ടിലെ യൂസിനൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കിത് ലോങ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലോങ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കുറച്ചും കൂടി വെട്ടുണ്ടാവാം എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോർമൽ നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം വെട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ലോങ് പോകും, നമ്മളിപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായ സ്ഥലങ്ങളിലേക്ക് കൂടെ നമ്മൾ യാത്ര പോകും. ഇപ്പോൾ ചുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി അഡീഷണൽ ലൈറ്റ് വേണമെന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഒരു അഡീഷണൽ ഒരു പ്രൊജക്റ്റഡ് LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം തരുന്ന ഒരു ഹെഡ്ലൈറ്റ്, ഒരു ലൈറ്റാണിത്. അപ്പം അതിന് ഏകദേശം എനിക്ക് റേറ്റ് എന്ന് വന്നിട്ടുള്ളത് ഏകദേശം 950 രൂപ ആ റേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ഞാൻ ഏകദേശം ഒരു കൊല്ലമായിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഒരു ലൈറ്റാണ്. ഇതിലിട്ട് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പല സിറ്റുവേഷൻസിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഡിസംബർ ടൈം കൂടെ ആയതുകൊണ്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ പറയാൻ വിട്ടുപോയ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ സസ്പെൻഷൻ അത്യാവശ്യം കംഫർട്ടബിളായിട്ടുള്ള സസ്പെൻഷനാണ്. എന്നാൽ നമ്മൾ നോർമൽ റോട്ടിൽ ഉപയോഗിക്കും ബാക്ക്, പക്ഷേ നമ്മൾ അധികം കട്ടറുള്ള റോട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നമുക്കാട്ടി കാര്യങ്ങൾ കൈക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബേക്കിൽ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാ സ്പ്രിങ് ആയിട്ടുള്ള സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. രണ്ട് സൈഡിലും സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സിംഗിൾ യൂസ് സമയത്ത് നമുക്ക് ഓക്കെ ആയിട്ടുള്ള സസ്പെൻഷനാണ്. പക്ഷെ നമ്മൾ ഇതൊരു വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം സോഫ്റ്റാണ്. പക്ഷേ നമ്മൾ ഡബിൾ വെക്കുന്ന സമയത്ത്, അതായത് 2 പേര് പോകുന്ന സമയത്ത് ഇത് നമ്മൾ നോർമൽ കട്ടർ റോട്ടിൽ കൂടി ഓടിക്കുന്നെങ്കിൽ വളരെ വേവി ആയിരിക്കും. വേവിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലഞ്ഞ് നിൽക്കും. വണ്ടി ഇങ്ങനെ സസ്പെൻഷൻ ഇങ്ങനെ താന്ന് പൊന്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട്. നമുക്ക് 2 ആൾ വെച്ച് പോകുന്ന സമയത്ത് ഈ സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം പോയിട്ട് ടയറിൽ ഒരയും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പം 2 പേരെ വെച്ച് പോകാൻ അത്രയും നോർമൽ നമ്മളെ ടാർ റോഡൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് പോകാൻ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല. പക്ഷേ നിങ്ങളിപ്പം ഒരു കട്ടർ റോഡ്സിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് നോക്കി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിയാട്ടുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണെന്ന് പറഞ്ഞു. പക്ഷേ പുതിയ മോഡൽ വരുന്ന വണ്ടികൾക്ക് ഇത് നല്ലൊരു അടിപൊളി ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് വരുന്നത്. അതിൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം. പിന്നെ ഞാനിതിനകത്ത് ആക്സസറീസായിട്ട് ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ആക്സസറീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഞാൻ ചെയ്തതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു LED പ്രൊജക്റ്റ് LED ലാമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലൊരു പില്ലിയൻ ഫുഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഇത് കമ്പനിയായിട്ട് വരുന്ന സാധനമല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചാണ്. ഏകദേശം 350 രൂപയാണ് ഈ ഒരു ഫുഡ് പാക്കിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഈ പാർട്സ് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. 2 അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു 3 ഇഞ്ച് നീളമുള്ള ഒരു നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്നുള്ളൂ. ഇവിടെ ഒരു വാഷറും കൂടി കൊടുക്കണമെന്നുള്ളൂ. ഇത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ പുറത്തുനിന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്തതാണ്, ഷോറൂമിൽ കൊടുത്ത് ചെയ്തതാണ്, ഷോറൂമിൽ ചെയ്തത്. പിന്നെ ഇതിന് വണ്ടി വാങ്ങുന്ന സമയത്ത് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും.
ഏകദേശം അന്ന് എനിക്ക് എന്നോട് പറഞ്ഞത് 3500 രൂപയാണ് ഗാർഡിന് കോസ്റ്റ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എനിക്കെന്നാൽ ഗാർഡ് ചെയ്യാനുള്ള എൻ്റെ അടുത്ത് ആ ഗാർഡ് ചെയ്യാനുള്ള പൈസ ഇല്ലായിരുന്നു. പിന്നെ അത് ചെയ്തില്ല. പിന്നെ അത് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടിയിൽ ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇതിനകത്ത് വരുന്നത് ഫൈബർ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങിച്ചൊരു 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് ഇതിൻ്റെ ഈ സൈഡിലെ ഈ ഭാഗത്തെ ഫൈബർ പാർട്സ്, അവിടെയുള്ള ഫൈബർ പാർട്സ് എന്നിവയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയായിട്ട് ചെയ്തതിൽ ഈ കാര്യം പറയാൻ വിട്ടുപോയത് ഈ നമ്മളെ ഈ ലേഡീസ് ഫുഡ് റെസ്റ്റ് ആണ്. ലേഡീസ് ഫുഡ് റെസ്റ്റ് ഞാൻ അഡീഷണലായിട്ട് ചെയ്താണ്. ഏകദേശം 500 രൂപയാണ് ഇതിന് ചെയ്യുന്നതിനായിട്ട് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഷോറൂമിൽ തന്നെ ഈ സാധനം അവൈലബിൾ ആണ്. നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഗാർബേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബേക്കിലിരിക്കുന്നവർക്ക് പിടിക്കാൻ സുഖമുണ്ടാവും. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് കുറവാണ്. നോർമലി ഒരു 2 ആളിരിക്കുന്ന സമയത്ത് ഈ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കിരിക്കുന്ന ആൾക്ക് ഈ ഒരു സാധനം വന്നിട്ട് ബേക്കിൽ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു നിങ്ങൾ നോർമൽ സിംഗിൾ റൈഡാണ്, പിന്നെ അല്ലെങ്കിൽ ചില സമയത്ത് ആരെങ്കിലുമൊക്കെ കയറ്റേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാവുന്നതാണ്. അഡ്ജസ്റ്റ് ആക്കി എന്ന് പറയണ്ട, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ ബാക്കോട്ട് ഇറങ്ങിയിരിക്കാനുള്ള സീറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. സീറ്റിന് ലെങ്ത്ത് ഉണ്ട്, പക്ഷേ ഇവിടെ ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇത്രയും സ്പേസ് പോയി. പിന്നെ ഇവിടെ ഒരാൾ ഇരിക്കുകയല്ലേ, പിന്നെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കോട്ടേക്ക് ഒന്ന് നിരങ്ങിയിരിക്കാനുള്ള സ്ഥലമൊന്നും ഈ സീറ്റിൽ വരുന്നില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് ഞാൻ പറയും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ പവർ തന്നെയാണ് മെയിനായിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ. നല്ല അടിപൊളി പവറാണ്. കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റീസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനനുസരിച്ച് ഹബ് മോട്ടർ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഹബ് മോട്ടർ ആയതുകൊണ്ട് നല്ല ടോർക്ക് ഉള്ളതുകൊണ്ടും നമുക്ക് സിറ്റീസിലൊക്കെ നമുക്ക് വേഗം പോയി എടുത്തു പോകാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗാണ്. ഇതിനകത്ത് ഡുവൽ ഡിസ്ക് ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ ഞാൻ മാറിയ സാധനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ ടയർ ഞാൻ മാറി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വട്ടം ഇതിനിടയ്ക്ക് ഞാൻ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡ്സ് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാറിയ സമയത്ത് എനിക്ക് ബ്രേക്ക് പാഡ്സിന് ലൈഫ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 8000 ആ റേഞ്ചൊക്കെയാണ് എനിക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നത് കമ്പനി ബ്രേക്ക് പാഡ്സ് അല്ല, പകരം നമ്മളെ അപ്പാച്ചി RTRൻ്റെ RTR 200ൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലൈഫുള്ള ബ്രേക്ക് പാഡ്സാണ്. കമ്പനി ബ്രേക്ക് പാഡ്സ് എനിക്കത്ര ലൈഫും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 5000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ ബ്രേക്ക് പാഡ്സ് തീർന്നു പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ മേടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ലൈഫുള്ള ഒരു ബ്രേക്ക് പാഡ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഡിസ്കും കൂടെ ആയതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 125 കിലോമീറ്റേഴ്സാണ് നമുക്ക് കമ്പനി പറഞ്ഞ മൈലേജ്. എനിക്ക് ഏകദേശം 120 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ 3 വർഷത്തെ യൂസേജിന് ശേഷം ഒരു 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്തായാലും വരും, കാരണം ബാറ്ററി ഡീഗ്രേഡ് ആവുന്നതിനനുസരിച്ച് ഒരു ചെറിയ വ്യത്യാസം എന്തായാലും വരും. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് വെച്ചത് ഇലക്ട്രിക് സ്കൂട്ടറായി ഇതിന് എന്തൊക്കെ മെയിൻ്റെനൻസ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് വരുന്ന നമ്മളെ വിയർ ആൻഡ് ടയർ വരുന്ന കുറച്ച് പാർട്സുകളുണ്ടല്ലോ, ടയർ, ബ്രേക്ക് പാഡ്, പിന്നെ വീൽ ബെയറിങ്, അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ തേയ്മാനം വരുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ചിലവ് മാത്രം നമുക്കിതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇത് ചാർജർ കാണിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ് പിന്നെ കാണിച്ചത്.
ഇപ്പോൾ ചാർജർ വരുന്നത് നമുക്കിത് ഇവിടെ ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതിൻ്റെ 2 പ്ലഗ് പോയിൻ്റാണ് വരിക. ഒരു പ്ലഗ് എന്ന് പറയുന്നത് നേരെ വണ്ടിയിലേക്ക് കുത്താം. ഈ പ്ലഗ് എന്ന് പറയുന്നത് നേരെ നമ്മൾ സാധാ 3 പിൻ പ്ലഗിൽ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ചാർജർ വെക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ നമുക്ക് വേറെ സാധനങ്ങൾ ഹെൽമെറ്റോ ഒന്നും വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മറ്റുള്ള സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോക്കറ്റിൽ 2 പോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഈ ഫ്രണ്ടിൽ ഈ ഫുട്ബോളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫുട്ബോളാണ്. നമുക്ക് അത്യാവശ്യം കാലൊക്കെ നീട്ടി വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കംഫർട്ടബിളാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഗ്യാസ് കുറ്റിയോ അരിച്ചാക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുപോകുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി കമ്പനി പറയുന്നത് ഏകദേശം 250 kilograms. അതായത് ഇത് വലിക്കുന്നത്, അതായത് എത്ര കിലോ വെച്ച് വരെ വലിക്കും എന്നുള്ളത് കമ്പനി പറയുന്നത് 250 കിലോ ആണ് പറയുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് ഏകദേശം ഒരു 50 കിലോൻ്റെ അരിച്ചാക്ക് വെച്ചിട്ട്, അതായത് ഈ ഫ്ലോറിൽ 50 കിലോൻ്റെ അരിച്ചാക്ക് വെച്ചിട്ട് ഒരു കയറ്റം ഞാൻ കയറ്റി നോക്കിയ സമയത്ത് വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതിലായിട്ടും വന്നിട്ടില്ല. അപ്പോൾ പവർ വൈസ് എനിക്ക് ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 3 വർഷമായിട്ട് വാഹനം ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ പണികളും പിന്നെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം ഞാൻ വാഹനത്തിൻ്റെ പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.